നമസ്കാരം. തൃശൂർ കോടാലിയിലെ കാവുങ്ങൽ വീട്ടിൽ നിന്ന് കേൾക്കുന്ന വാർത്തകൾ കേരളത്തിന്റെ മനസ്സാക്ഷിയെ നടുക്കുകയാണ്. സ്വന്തം വീടിന്റെ സുരക്ഷിതത്വത്തിൽ മാതാപിതാക്കൾക്കൊപ്പം കിടന്നുറങ്ങുകയായിരുന്ന 2 കുഞ്ഞുങ്ങളെയാണ് ശംഖുവരയൻ പാമ്പ് കടിച്ചത്. ഇളയവൻ ആൽജോ യാത്രയായി. മൂത്തവൻ അനോഷ് ഇപ്പോഴും ആശുപത്രിയിൽ ജീവിതത്തിലേക്ക് തിരികെ വരുവാൻ പോരാടുകയാണ്. എന്നാൽ ആ കുടുംബത്തിന് ഇപ്പോഴും സമാധാനമായി ഒന്ന് കരയാൻ പോലും ആകുന്നില്ല. കാരണം അവർ താമസിക്കുന്ന വീടൊരു മരണക്കിണിയായി മാറിയിരിക്കുന്നു. കഴിഞ്ഞ ഞായറാഴ്ച രാത്രി തുടങ്ങിയ ആ ദുരന്തം ഇന്നും വിട്ടുമാറാതെ ആ വീടിനെ വേട്ടയാടുകയാണ്. കഴിഞ്ഞ ഞായറാഴ്ച രാത്രി പതിവ് പോലെ സിൽജോയും ജോൺസിയും മക്കളായ അൽജോയും അനോഷും ചേർത്ത് പിടിച്ച് ഉറങ്ങാൻ കിടന്നതാണ്. എന്നാൽ ആ ഉറക്കം ഒരു വലിയ ദുരന്തത്തിലേക്കാണ് ആ കുടുംബത്തെ എത്തിച്ചത്. ഇരുട്ടിന്റെ മറവിൽ എവിടെ നിന്നോ ഇഴഞ്ഞെത്തിയ ശംഖുവരയൻ എന്ന കൊടും വിഷമുള്ള പാമ്പ് ആ പിഞ്ചു കുഞ്ഞുങ്ങളെ കടിച്ചു. പുലർച്ചെ കുട്ടികൾ അസ്വസ്ഥത പ്രകടിപ്പിച്ചപ്പോഴാണ് പാമ്പ് കടിയേറ്റ വിവരം വീട്ടുകാർ അറിയുന്നത്. ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ഇളയ മകൻ ആൽജോ വിട പറഞ്ഞു. മൂത്ത മകൻ അനൂഷ് ഇന്നും തീവ്രപരിചരണ വിഭാഗത്തിൽ ജീവിതത്തിലേക്ക് തിരികെ വരുവാനുള്ള പോരാട്ടത്തിലാണ്. എന്നാൽ മകന്റെ വേർപാടിൽ ആശ്വസിക്കാൻ പോലും ആ മാതാപിതാക്കളെ വിധി അനുവദിച്ചിട്ടില്ല. ആൽജോയുടെ സംസ്കാരം കഴിഞ്ഞെത്തിയ ആ വീട്ടിൽ കാത്തിരുന്നത് അതിഭീകരമായ കാഴ്ചകളായിരുന്നു. തിങ്കളാഴ്ച രാവിലെ വീടിന്റെ തറയിൽ പതിപ്പിച്ച ടൈലുകൾക്കടിയിലൂടെ ചെറിയ വിടവിലൂടെ ഒരു പാമ്പിൻ കുഞ്ഞ് ഇഴഞ്ഞു പോകുന്നത് സിൽജയുടെ ശ്രദ്ധയിൽപ്പെട്ടു. അതൊരു തുടക്കം മാത്രമായിരുന്നു. ബുധനാഴ്ച വൈകുന്നേരം 7:30 കിടപ്പുമുറിയിൽ നിന്ന് 3ാമത്തെ പാമ്പിൻ കുഞ്ഞിനെ കണ്ടെത്തി. പിന്നാലെ വ്യാഴാഴ്ച കിടപ്പുമുറിയിലും കുളിമുറിയിലുമായി 2 പാമ്പുകളെ കൂടി കണ്ടതോടെ ആ കുടുംബം ആകെ തകർന്നുപോയി. 5 ദിവസത്തിനിടെ 5 പാമ്പുകൾ. സ്വന്തം വീടിനുള്ളിൽ എവിടെ ചവിട്ടിയാലും മരണം പതിയിരിക്കുന്നുവെന്ന അവസ്ഥ. അമ്മ ജോൺസിയുടെ വാക്കുകൾ കേൾക്കുന്ന ആരുടെയും ഉള്ളിലെയും ഒരാളെ നഷ്ടപ്പെട്ടു കഴിഞ്ഞു. ആശുപത്രിയിലുള്ള മകൻ സുഖം പ്രാപിച്ചു വരുന്നുണ്ട്. പക്ഷേ അവനെ ഈ വീട്ടിലേക്ക് കൊണ്ടുവരുവാൻ തനിക്ക് ധൈര്യമില്ലെന്ന് ആ അമ്മ വിതുമ്പിക്കൊണ്ട് പറയുന്നു. ബുധനാഴ്ച പാമ്പിനെ കണ്ടപ്പോൾ മകൾ തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത്. പാമ്പ് പിടയുന്നത് കണ്ട് കാൽ പിൻവലിച്ചതുകൊണ്ട് മാത്രമാണ് മറ്റൊരു ദുരന്തം ഒഴിവായത്. വിവരമറിഞ്ഞ വനം വകുപ്പിന്റെ സർപ്പ ടീമും ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തി വിശദമായി പരിശോധന നടത്തി. പാമ്പുകളെ കണ്ട കിടപ്പുമുറിയിലെയും കുളിമുറിയിലെയും ടൈലുകൾ ഇളക്കി മാറ്റി അവർ തിരച്ചിൽ നടത്തി. പക്ഷേ പരിശോധന സമയത്ത് ഒന്നിനെയും കണ്ടെത്താനായില്ല. കുളിമുറിയിലെ വെള്ളം ഒഴുകിപ്പോകുന്ന ടാപ്പിനരികിലെ ചെറിയ വിടവിലൂടെയാകാം പാമ്പുകൾ അകത്തേക്ക് വരുന്നതെന്ന് ഉദ്യോഗസ്ഥരുടെ നിഗമനം. ഈ വിടവുകൾ പൂർണ്ണമായും കോൺക്രീറ്റ് ചെയ്ത് അടയ്ക്കുവാൻ നിർദ്ദേശിച്ചതായാണ് ഇത്തരത്തിൽ ഉദ്യോഗസ്ഥരും പറഞ്ഞിരിക്കുന്നത്. ഭയം മൂലം വ്യാഴാഴ്ച രാത്രി മുതൽ ഈ കുടുംബം സ്വന്തം വീട്ടിൽ ഉറങ്ങിയിട്ടില്ല. അയൽ വീട്ടിലാണ് ഇവർ അഭയം തേടിയിരിക്കുന്നത്. വീടിന്റെ തറയ്ക്കടിയിൽ ഇനിയും പാമ്പുകളുണ്ടോ എന്ന ഭീതി കോടാലി ഗ്രാമത്തെ ഒന്നടങ്കം ഭീതിയിൽ ആഴ്ത്തുകയാണ്. ഒരു പിഞ്ചു കുഞ്ഞിനെ കവർന്ന ആ വിഷപ്പാമ്പുകൾ ഇനിയും ആ വീട്ടിൽ ഇഴഞ്ഞെത്തുമ്പോൾ ആ കുടുംബത്തിന് എന്നാണ് തങ്ങളുടെ വീട്ടിൽ സമാധാനമായി ഉറങ്ങാൻ കഴിയുക എന്ന ചോദ്യം ബാക്കിയാകുന്നു. എന്തുകൊണ്ടാണ് കോടാലിയിലെ ഈ വീട്ടിൽ മാത്രം പാമ്പുകൾ ഇത്രയധികം കാണപ്പെടുന്നത്? വനം വകുപ്പിന്റെ പരിശോധനയിൽ എന്താണ് സംഭവിച്ചത്? വെള്ളിയാഴ്ച രാവിലെയോടെയാണ് സർപ്പ ടീമും വനം വകുപ്പ് ഉദ്യോഗസ്ഥരും വീണ്ടും കടമ്പോടകത്തെ ഈ വീട്ടിലേക്ക് എത്തിയത്. പാമ്പിനെ കണ്ട മുറിയോട് ചേർന്നുള്ള കുളിമുറിയുടെ ടൈലുകളും പുറത്തെ തറയും അവർ പൂർണ്ണമായി ഇളക്കി പരിശോധിച്ചു. ഓരോ വിള്ളലുകളിലും ഓരോ മൺതരികൾക്കിടയിലും അവർ തിരച്ചിൽ നടത്തി. എന്നാൽ ആ ഒരു മണിക്കൂറുകൾ നീണ്ട പരിശോധനയിലും ഉദ്യോഗസ്ഥർക്ക് ഒന്നിനെയും കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഇതാണ് ആ കുടുംബത്തെയും നാട്ടുകാരെയും ഒരുപോലെ കുഴയ്ക്കുന്നത്. ഇതിനു മുൻപ് ആൽജോയുടെ സംസ്കാരത്തിന് ശേഷം വനം വകുപ്പ് തിരച്ചിൽ നടത്തിയപ്പോഴും ഒന്നും തന്നെ കണ്ടെത്തിയിരുന്നില്ല. എന്നാൽ ഉദ്യോഗസ്ഥർ മടങ്ങിയതിന് പിന്നാലെ വീട്ടിനകത്തു നിന്ന് തന്നെ 3 പാമ്പിൻ കുഞ്ഞുങ്ങളെ കൂടി വീട്ടുകാർ കണ്ടെത്തുകയായിരുന്നു. ഉദ്യോഗസ്ഥരുടെ കണ്ണു വെട്ടിച്ച് ഇവ എവിടെയാണ് ഒളിച്ചിരിക്കുന്നത്? ശംഖുവരയൻ പാമ്പുകളുടെ സ്വഭാവം അറിയുന്ന വിദഗ്ധർ പറയുന്നത് ഇവ പകൽ സമയത്ത് വെളിച്ചം തട്ടാത്ത ചെറിയ വിടവുകളിൽ അനങ്ങാതെ കിടക്കുമെന്നാണ്. രാത്രിയായാൽ മാത്രമേ ഇവ പുറത്തേക്ക് വരികയുള്ളൂ. സർപ്പ ടീം നൽകുന്ന സൂചന പ്രകാരം കുളിമുറിയിലെ വാട്ടർ ട്രാപ്പിന് ചുറ്റുമുള്ള ചെറിയ വിടവിലൂടെയാകാം ഇവ അകത്തേക്ക് എത്തുന്നതെന്നാണ്. വീടിന്റെ തറയ്ക്കടിയിൽ എവിടെയോ പാമ്പ് മുട്ടയിട്ട് വിരിഞ്ഞിട്ടുണ്ടാകാം. ആ കുഞ്ഞുങ്ങളാണ് ഓരോന്നായി പുറത്തു വരുന്നത്. തറയിലും കുളിമുറിയിലും ഒട്ടും വിടവില്ലാത്ത വിധം കോൺക്രീറ്റ് ചെയ്ത് അടയ്ക്കുക എന്നതല്ലാതെ നിലവിൽ മറ്റു മാർഗങ്ങളില്ല. കഴിഞ്ഞ ദിവസം രാത്രി ഈ കുടുംബം സ്വന്തം വീടിന്റെ വാതിലുകൾ പൊട്ടി തൊട്ടടുത്ത വീട്ടിലാണ് അന്തി ഉറങ്ങിയത്. സ്വന്തം വീട് അവർക്ക് ഭയത്തിന്റെ കൂടാരമായി മാറി. മകൻ അനോഷ് ആശുപത്രിയിൽ നിന്ന് ജീവിതത്തിലേക്ക് തിരികെ വരുന്നു. പക്ഷേ എങ്ങനെ അനോഷിനെ ഈ വീട്ടിലേക്ക് കൊണ്ടുവരും? ആ ചോദ്യത്തിന് മുന്നിൽ സിൽജോയും ജോൺസിയും പകച്ചു നിൽക്കുകയാണ്. മനസ്സമാധാനമില്ലാത്ത സ്ഥിതിയാണെന്ന് വിതുമ്പിക്കൊണ്ട് ജോൺസി പറയുമ്പോൾ അത് ആ കുടുംബത്തിന്റെ മാത്രം വേദനയല്ല, ആ നാടിന്റെ ആകെ ആശങ്കയാണ്. നാട്ടുകാരും ഇപ്പോൾ ഭീതിയിലാണ്.
പാമ്പുകൾ വീടിനുള്ളിൽ കയറുന്നത് തടയാൻ എന്ത് മുൻകരുതലുകൾ എടുക്കണമെന്നറിയാതെ അവരും വലയുന്നു. വനം വകുപ്പ് ഉദ്യോഗസ്ഥർ നൽകുന്ന നിർദ്ദേശം വീടും പരിസരവും വൃത്തിയായി സൂക്ഷിക്കുക, വിള്ളലുകൾ സിമന്റ് ഉപയോഗിച്ച് അടയ്ക്കുക എന്നതാണ്. എങ്കിലും വീടിനുള്ളിൽ നിന്ന് തുടർച്ചയായി പാമ്പുകളെ കാണുന്നത് ഈ നിർദ്ദേശങ്ങൾക്കും അപ്പുറം വലിയ ഭീതിയായി നിലനിൽക്കുന്നു. അധികൃതർ ഈ ഒരു വിഷയത്തിൽ കൂടുതൽ ഗൗരവകരമായ ഇടപെടലൊക്കെ നടത്തേണ്ടതുണ്ട്. തറയോ ടൈലോ ഇളക്കി പരിശോധിക്കുന്നത് കൊണ്ട് മാത്രം തീർന്നതല്ല ഈ കുടുംബത്തിന് മാനസികാഘാതം. ഒരു കുഞ്ഞിന്റെ ജീവൻ നഷ്ടപ്പെട്ട ആ വീട്ടിൽ ഇനിയൊരു അപകടം ഉണ്ടാകാതിരിക്കാൻ സർക്കാർ സംവിധാനങ്ങൾ ഉണർന്ന് പ്രവർത്തിക്കണമെന്ന് നമുക്ക് പ്രത്യാശിക്കാം. മകൻ അനൂഷ് എത്രയും വേഗം പൂർണ്ണമായി ആരോഗ്യവാനായി തിരിച്ചു വരട്ടെ. ഇന്ത്യയിലെ ഏറ്റവും അപകടകാരികളായ 4 പാമ്പുകളിൽ ഒന്നാണ് ശംഖുവരയൻ അഥവാ കോമൺ ക്രീറ്റ്. രാത്രികാലങ്ങളിൽ മാത്രം പുറത്തിറങ്ങുന്ന ഇവിടെ വിഷം നാഡീവ്യൂഹത്തെയാണ് ബാധിക്കുന്നത്. കോടാലിയിലെ കാവുങ്ങൽ വീട്ടിൽ സംഭവിച്ചതും ഇത് തന്നെയാണ്. ഈ കുഞ്ഞുങ്ങൾ ഉറക്കത്തിൽ കടിക്കപ്പെട്ടപ്പോൾ അവർ അറിഞ്ഞതേയില്ല. ശംഖുവരയുടെ കടിയേറ്റാൽ വലിയ വേദന അനുഭവപ്പെടില്ല എന്നതും കടിയേറ്റ പാടുകൾ ദൃശ്യമാകില്ല എന്നതും ഈ അപകടത്തിന്റെ ആഴം വർദ്ധിപ്പിക്കുന്നു. ആൽജോയുടെയും അനൂഷിന്റെയും കാര്യത്തിൽ സംഭവിച്ചതും ഇത് തന്നെയാണ്. വയറുവേദനയും ശ്വാസ തടസ്സവും അനുഭവപ്പെട്ടപ്പോൾ ആ സമയത്ത് മാത്രമാണ് വീട്ടുകാർ ആശുപത്രിയിലേക്ക് ഓടിയത്. എന്നാൽ അപ്പോഴും കൊടുംവിഷം ആൽജോയുടെ ജീവൻ കവർന്നിരുന്നു. ഇപ്പോൾ ആശുപത്രിയിൽ അനൂഷിന്റെ നിലയും മെച്ചപ്പെടുന്നു എന്നത് മാത്രമാണ് ആ കുടുംബത്തിന്റെ ഏക ആശ്വാസം. സർപ്പ ടീം നടത്തിയ നിരീക്ഷണത്തിൽ മറ്റൊരു പ്രധാന കാര്യം കൂടി വ്യക്തമാണ്. പാമ്പിൻ കുഞ്ഞുങ്ങളെ കാണപ്പെടുന്നത് ഒരേ വലുപ്പത്തിലുള്ളവയാണ്. ഇതിനർത്ഥം ആ വീടിന്റെ തറയ്ക്കടിയിലോ പൈപ്പുകൾക്ക് അടുത്തോ ഈ പാമ്പ് മുട്ടയിട്ടിരുന്നു എന്നാണ്. ഒരു തവണ 10 മുതൽ 15 വരെ മുട്ടകളാണ് ഒരു ശംഖുവരയൻ പാമ്പ് ഇടുന്നത്. അതുകൊണ്ട് തന്നെ 5 പാമ്പുകളെ കണ്ടുവന്നത് ബാക്കി 10 പാമ്പുകൾ ഇനിയും ആ വീടിനുള്ളിൽ ഒളിച്ചിരിക്കുന്നുണ്ടാകാം എന്ന വലിയ ആശങ്കയിലേക്കാണ് വിരൽ ചൂടുന്നത്. വിദഗ്ധർ പറയുന്നത് ശ്രദ്ധിക്കുക. ശംഖുവരയൻ പാമ്പുകൾ മണ്ണിലെ ചെറിയ സുഷിരങ്ങളിലൂടെയും കെട്ടിടങ്ങളുടെ അടിത്തറയിലെ വിടവുകളിലൂടെയും സഞ്ചരിക്കാൻ ഇഷ്ടപ്പെടുന്നവയാണ്. കോടാലിയിലെ വീട്ടിൽ കുളിമുറിയിലെ വാട്ടർ ട്രാപ്പിന് അരികെയുള്ള വിടവ് ഇവയ്ക്ക് പ്രവേശിക്കാൻ പറ്റിയ ഒന്നാണ്. രാത്രിയിൽ ടൈലുകൾക്കിടയിലെ വിടവിലൂടെ തല പുറത്തിടുന്ന ഇവയെ പകൽ സമയത്ത് ടൈലുകൾ പൊളിച്ചു നോക്കിയാലും കണ്ടെത്താൻ പ്രയാസമാണ്. ഈ ദുരന്തം നടന്നിട്ട് ദിവസങ്ങൾ പിന്നിട്ടിട്ടും ആ കുടുംബത്തിന് വേണ്ടത്ര മാനസിക പിന്തുണ നൽകുവാൻ സംവിധാനങ്ങൾക്ക് ആയിട്ടുണ്ടോ? ജോൺസി എന്ന അമ്മയുടെ വിന്നുബൽ ഒരു നാടിന്റെ ആകെ ചോദ്യചിഹ്നമാണ്. പഞ്ചായത്ത് അധികൃതരും വനപാലകരും ആ വീട് പൂർണ്ണമായും വാസയോഗ്യമാണെന്ന് സർട്ടിഫൈ ചെയ്യുന്നതുവരെ അവർക്ക് എങ്ങനെ അവിടെ അന്തിയുറങ്ങാൻ കഴിയും? വീടിന്റെ തറയും കുളിമുറിയും പൂർണ്ണമായും പൊളിച്ചു പണിത് കോൺക്രീറ്റ് ചെയ്യുക എന്നതാണ് ശാശ്വത പരിഹാരം. ഇതിനായി സാമ്പത്തിക സഹായം നൽകാൻ സർക്കാർ തയ്യാറാകുമോ? അനൂഷ് തിരികെ വീട്ടിലേക്ക് മടങ്ങി വരുമ്പോഴും അല്ലെങ്കിൽ മറ്റൊരിടത്തേക്ക് എത്തുമ്പോഴും സുരക്ഷിതമായിട്ട് ഉറങ്ങാനായി ഒരു വീട് വേണം. ആഴ്ചയുടെ വിയോഗം തളർത്തിയ ആ മാതാപിതാക്കൾക്ക് ഇനി ഒരു ദുരന്തം കൂടി താങ്ങാനുള്ള കരുത്തില്ല. അധികൃതർ ഈ വീടിനെ ഒരു പ്രത്യേക കേസായി പരിഗണിച്ച് വിദഗ്ധ പരിശോധന തുടരുകയും വീടിന്റെ അറ്റകുറ്റപ്പണികൾക്കായി അടിയന്തര സഹായം നൽകുകയും വേണമെന്നാണ് ആ നാട്ടുകാരും ആവശ്യപ്പെടുന്നത്. കോടാലിയിലെ ഈ ഒരു വാർത്ത കേവലം ചർച്ചകളിൽ മാത്രം ഒതുങ്ങേണ്ടതല്ല, മറിച്ച് കൃത്യമായ നടപടി ആവശ്യപ്പെടുന്ന ഒന്നുകൂടിയാണ്.